ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണല്ലോ അല്ലേ? ഇന്ന് പ്രത്യേകിച്ച് ബർത്ത്ഡേ ഫീസ്റ്റൊക്കെ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ലാസ്റ്റ് ബ്ലെസ്സിങ് തരാം കേട്ടോ. നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ? ലൊക്കേഷനൊക്കെ മനസ്സിലായോ? പറ. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടിയിൽ നമ്മുടെ PDMന്റെ മോണസ്ട്രി, മദർ മോണസ്ട്രി അട്ടപ്പാടി റൂഹാമണ്ടിൽ നിന്നാണ് കേട്ടോ. പിന്നെ നാളെ ഓൾറെഡി വെസ്റ്റേഷൻ്റെ കാര്യമൊക്കെ ഓൾറെഡി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് നിങ്ങളോട് പറഞ്ഞതാണല്ലോ. പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ ശരിക്കും പറഞ്ഞ വ്യാഴാഴ്ച ദിവസം എനിക്ക് കിട്ടേണ്ട പ്രാർത്ഥനയെല്ലാം പോയി. അപ്പോൾ അത് നിങ്ങൾക്കൊരു ന്യൂ ഇയർ ബ്ലെസ്സിങ് ആയതുകൊണ്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ കൂടി ഇരട്ടി സ്ട്രോങ് ആയിട്ട് ഫുൾ മനസ്സ് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിന്റെ 11-ാം വാക്യമാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 18:11. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം എതിർക്കാനും മാറ്റാനും നോക്കണ്ട എന്നാണ് തലക്കെട്ട്. മനോഹരമായ വചനമാണ്. ഈശോ പത്രോസിനോട് പറയുകയാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞു, പത്രോസ് ഉയരൊക്കെ വിളിച്ച് പറയാണ്, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും ജീവിതത്തിൽ മാറ്റാൻ നോക്കിയാൽ അത് മാറിയല്ല. ചില കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല, മനസ്സിലാകുന്നുണ്ട്. ചില കാര്യം നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി? ഇപ്പോൾ ഈശോ ശക്തമാണ് ഫരിസേയരോടും നിയമജ്ഞരോടൊക്കെ വളരെ ശക്തമായിട്ട് പല സമയത്ത് എതിർക്കുന്നുണ്ട്, പല സമയത്ത് സംസാരിക്കുന്നുണ്ട്, അല്ലേ? പല സമയത്ത് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇത് എതിർക്കേണ്ട ഒരു ടൈം അല്ല എന്ന് വളരെ ബോധ്യമുണ്ട്. കാരണം ഇത് പിതാവ് അനുവദിച്ചതാണ്. കുരിശുമരണ ഉത്ഥാനത്തിലേക്ക് പോകാനുള്ള സമയമായി എന്നുള്ള സെൻസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പത്രോസെ വാൾ അതിൻ്റെ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കണ്ടയോ? അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഈശോ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ വിശ്വാസിയും ഈശോയുടെ കുരിശുമരണത്തിൽ, പീഡാസകരത്തിൽ, കുരിശുമരണത്തിൽ, ഉത്ഥാനത്തിൽ പല സമയത്ത് പങ്കുപറ്റാൻ കർത്താവ് അനുവദിക്കും, പിതാവ് അനുവദിക്കും. അപ്പം ആ സമയത്ത് അത് എതിർക്കാൻ നോക്കിയിട്ടോ മാറ്റാൻ നോക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജ്ഞാനത്തിൽ, പ്രാർത്ഥനയിൽ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലേ? പിന്നെ ദൈവഹിതം നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ ഭയങ്കരമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗസമേൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെയൊക്കെ വരാം. പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹനം എന്നുള്ളത് ഇല്ലാത്ത ഒരു എല്ലാം പ്രാർത്ഥനയോട് മാറ്റപ്പെടുന്ന ഒരു ആത്മീയതയിലല്ല നമ്മൾ പോകേണ്ടത്. പക്ഷെ പ്രാർത്ഥനയോട് മാറ്റപ്പെടുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ കർത്താവ് തടസ്സമൊക്കെ മാറ്റി ഞാൻ ഓർക്കാം. പറ്റും, കർത്താവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെയും പ്രവർത്തിക്കും. പക്ഷെ എപ്പോഴും ഇത് തന്നെ വരും. ചില സഹനങ്ങൾ, ചില എതിർപ്പുകൾ, ചില പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നതാണ്. അത് നമ്മുടെ വിശുദ്ധീകരണത്തിന്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയുടെ ഭാഗമാണ്. വേറൊരു മാർഗ്ഗമില്ല സ്വർഗത്തിൽ പോകാൻ. അത് നമ്മൾ മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ എന്താ, നമ്മുടെ തന്നെ എക്സിസ്റ്റൻസ് കളയുന്ന പോലെ ആയിപ്പോയി അല്ലേ? അപ്പം നമുക്കിത് ഏതിലാണ് എങ്ങനെയാണെന്നുള്ളത് വിവേചനം. അതിന് എപ്പോഴും നമ്മൾ വിവേചനത്തിൻ്റെ ദൈവഹിതം മനസ്സിലാക്കാനുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് സെൻസ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അനുഗ്രഹിക്കട്ടെ കേട്ടോ. നിങ്ങൾ നല്ല ട്രാക്കിലാണ് പോകുന്നത്. എന്നാലും വചനങ്ങൾ പറഞ്ഞിടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ശക്തിയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനൊക്കെ കാരണം നമ്മൾ സഹിച്ചാലാണ് മറ്റുള്ളവരെ പോലും നമുക്ക് രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരുപാട് സംഗതികളുണ്ട് ഇതിന് പുറകിലെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൂടെയുണ്ട് കേട്ടോ. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ ദൈവമായി അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യവും സ്നേഹവും എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഈ വചനം വെച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രത്യേക കൃപ നിറയട്ടെ. കർത്താവെ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ വിവേചനത്തോടെ മനസ്സിലാക്കി പോകാനുള്ള ഒരു പ്രത്യേക ഡിസൈൻമെൻറ്റിന് ഗിഫ്റ്റ് നിറയട്ടെ. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഈ മാസം ബർത്ത്ഡേ ഉള്ളവർ, ഫീസ്റ്റ് ഉള്ളവർ, അതേപോലെ വിവാഹ വാർഷികമുള്ളവർ, വിവാഹിതരാകാൻ ഒരുങ്ങുന്നവർ, അതേപോലെ തന്നെ വീട് കയറി താമസം, അങ്ങനത്തെ ഈ മാസം ജോലിക്ക് കയറുന്നവർ, അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ, അതേപോലെ തന്നെ കർത്താവ് ചിലപ്പോൾ വെസ്റ്റീഷൻ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ കർത്താവ്. അങ്ങനെ എല്ലാ തരത്തിലെ റിലീജിയസ് ആയിട്ടുള്ള കർമ്മങ്ങൾ, കർത്താവെ ചിലപ്പം വ്രതമെടുത്തതിൻ്റെ വാർഷികങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലൂടെയും പ്രത്യേകം ബ്ലെസ് ചെയ്യുക. എല്ലാ പൈശാചിക സ്വാധീനം നിങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു വിട്ടെങ്കിൽ നിത്യാത്മ നിബന്ധിക്കപ്പെടട്ടെ.
കർത്താവെ ഇവർക്ക് വലിയ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി മാറട്ടെ. കർത്താവെ ഓരോ ഭാഷകളും ദൈവകൃപയുടെ അവസരമായി മാറട്ടെ. ഒരു പുതിയ നവീകരണത്തിന്റെ അവസരമായി മാറട്ടെ. ഒരു പുതിയ തുടക്കമായി മാറട്ടെ. കർത്താവ് ഈശോയുടെ നാമത്തിൽ ആയുസ്സും ആരോഗ്യവും കൃപയും വർദ്ധിക്കട്ടെ. വിശുദ്ധ കുരിശനെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടിയുണ്ട്, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.